ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിച്ചിലാസ് കാസ്കേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നതില്ലേ ഒരു ബദാം മിക്സ് പൗഡറാണ്. നമ്മളെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് പാലിലെല്ലാം കലക്കി കൊടുക്കാൻ പറ്റിയത്. ഞാൻ ഫസ്റ്റ് ഒരു ട്രയൽ എന്ന രീതിയിലാണ് കുറച്ച് ഉണ്ടാക്കി നോക്കിയത്. ഞാനൊരു ഇരുമ്പിൻ്റെ കടായി ഇപ്രാവശ്യം നാട്ടിൽ പോയി കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ മിക്സും നട്ട്സെല്ലാം വറക്കുന്നതിന് അതിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ബദാം തലേന്നെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ തന്നെ യാതൊട്ടിന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പിസ്തയും ഇട്ടു, കുറച്ച് ഏലക്കായും ഇട്ടു. അത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ റോസ്റ്റ് ചെയ്ത് അത് തണിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് എന്താണ് നമ്മളെ കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നട്ട്സ് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. പൊടിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടിക്ക് വേണ്ടി ആക്കുന്നത് കൊണ്ടാണ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്, ഒരു മധുരത്തിന് വേണ്ടി. പിന്നെ പാല് നമ്മൾ കാച്ചി കൊടുക്കുമ്പോൾ പിന്നെ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് പൊടി, അതായത് ഈ ഒരു പൊടി ഇട്ട് ഒരു തിളച്ച പാലിലേക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ബദാം മിക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് ആക്ച്വലി യാദവ് കുട്ടൻ പറഞ്ഞിട്ടാണ് ആക്കിയത്. ഞാനൊന്ന് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഈ പൊടി ഇങ്ങനെ തന്നെ തിന്നാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കൊരു നാടൻ പേടേൻ്റെയോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വന്നായിരുന്നു. ഞാൻ പക്ഷേ ഇത് വെച്ചിട്ട് ഞാനൊരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു പൊടി വെച്ചിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ബൈ.